ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളതിൽ ഓൾറെഡി 3 ടോപ്പിക്കുകൾ കവർ ചെയ്തു. 3 സിമിലർ ആയിട്ടുള്ള 3 ആൾക്കാരെ, VTA, ആര്യാപ്പള്ളത്തെയും പാർവതി നെന്മേനിമംഗലത്തെയും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. അപ്പൊ നമ്മളത് കുറച്ച് പുതിയ ആൾക്കാരായപ്പോൾ നമുക്ക് ഒരു പഴയ ഒരാളെ കുറിച്ച് ഇന്നൊന്ന് പരിചയപ്പെടാം. കുറച്ച് വലിയൊരാള്, കുറെ കാര്യങ്ങൾ അറിയേണ്ട ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു കാര്യം ഞാൻ പറയാം. PSCയുടെ പരീക്ഷകളൊക്കെ മാറിയിട്ടുണ്ട്, നമുക്കറിയാം. എല്ലാ പരീക്ഷകളും മാറിയത്. ഇപ്പോൾ 10ാം തരം ആയിക്കോട്ടെ, 12ാം തരം ആയിക്കോട്ടെ, ഡിഗ്രി തരം ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ലെവൽ വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ രീതിയും ഇതിനൊപ്പം മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ചലഞ്ചർ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഒബ്വിയസ്ലി എന്താണ്, ആ പുതിയ പാറ്റേണിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും, എല്ലാ സബ്ജക്റ്റുകളും ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച 3 നവോത്ഥാന നായകന്മാരെയും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. ഇന്ന് പഠിപ്പിക്കുന്ന ആള് കുറച്ച് വലിയൊരാളാണ്, കുറച്ച് നന്നായി പഠിക്കേണ്ട, കുറെ കഥകളൊക്കെ ഉള്ള അടിപൊളി ഒരു കുരുത്തം കെട്ട ഒരു നവോത്ഥാന നായകനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആളുടെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? വൈകുണ്ഠസ്വാമികൾ. 1809 മുതൽ 1851 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. കുറച്ച് ഒരുപാട് പ്രായം വരെ ഒന്നും ജീവിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചങ്ങ് പുറകോട്ട് പോവുകയാണ്. അതായത് സവർണരെന്നും അവർണരെന്നും ഒക്കെ പറയുന്ന ഒരു കാലഘട്ടം. നമ്മൾ കഴിഞ്ഞ കുറച്ച് നവോത്ഥാന നായകരെ പഠിച്ചു. നമ്പൂതിരി സമുദായത്തിനകത്തുള്ള ചില കോൺഫ്ലിക്ട്സ്, സവർണർക്കിടയിലെ ചില ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജാതീയമായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കറുത്തവനെന്നും വെളുത്തവനെന്നും വിളിക്കുന്ന കാലഘട്ടം, സവർണനെന്നും അവർണനെന്നും വിളിക്കുന്ന കാലഘട്ടം, നാൽപ്പാടകല മാറി നിൽക്കണമെന്ന് പറയുന്ന കാലഘട്ടം, പഠിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടം, നടക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടം, വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടം, ജോലി ചെയ്താൽ കൂലി കിട്ടാൻ കഴിയാത്ത കാലഘട്ടം, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി പോകാനായിട്ട് പോകുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഞാൻ പറയും. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളും ഉണ്ടാവും, കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. കാര്യം നമ്മൾ നേരിൽ കാണുന്നില്ല, കാണിൽ കാണാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ കാണുക. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം കേട്ടോ. നമ്മളിപ്പൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിലേക്ക് പോകണ്ട, എന്നാലും ഒരു പ്രത്യേക ഫ്രെയിമിലേക്കാണ് നിങ്ങളുടെ മനസ്സ് പോകേണ്ടത്. അങ്ങനെ സവർണാധിപത്യത്തോട് വളരെ കൂറു പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ 1809 മാർച്ച് 12, അതായത് 984 മീനമാസം 1-ാം തീയതി ജനിക്കുന്നു. അപ്പോ അടിച്ചമർത്തപ്പെട്ടവന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അടിച്ചമർത്തലിന്റെയും വെലുവേശലിന്റെയും ഒക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. എവിടെ ജനിക്കുന്നു? നാഗർകോവിലിനകത്ത് സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പൊന്നുനാടാർ വെയിലാൾ ദമ്പതികളുടെ മകനായി വൈകുണ്ഠസ്വാമി ജനിക്കുകയാണ്. 1809 മാർച്ച് 12, അതായത് 984 മീനമാസം 1-ാം തീയതി തിരുവോണം നക്ഷത്രത്തിൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. തിരുവോണ നക്ഷത്രത്തിലാണ് ജനിക്കുന്നത് പുള്ളിക്കാരൻ. വൈകുണ്ഠസ്വാമികൾ തിരുവോണ നക്ഷത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ പൊന്നുമാടാരും അമ്മ വെയിലാളമ്മയുമായിരുന്നു. 2ാമത്തെ പുത്രനായിട്ടാണ് ആര് ജനിക്കുന്നത്? വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. അപ്പോ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്കിൽ ഉൾപ്പെടുന്ന താമരക്കുളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ശാസ്താംകോവിൽ വിളയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് പഠിക്കാം. കാര്യം ചരിത്രത്തിൽ അങ്ങനെയും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താണ്? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ എവിടെയാണ്? അഗസ്തീശ്വരം താലൂക്കിൽ എവിടെ? താമരക്കുളം ഗ്രാമത്തിലെ ശാസ്താംകോവിൽ വിളയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അവിടെ ഈ ശാസ്താംകോവിൽ വിള എന്ന് പറയുന്നിടത്ത് തിരുവിതാംകൂർ രാജാവിന്റെ ഒരു കുടികിടപ്പുകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് പൂവാണ്ടൻ കോനർ എന്നായിരുന്നു. ഒരു കുടികിടപ്പുകാരനാണ്. അപ്പൊ ഈ പൂവാണ്ടൻ കോനർ എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജാവിന്റെ ഒരു കുടികിടപ്പുകാരന്റെ സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര് പൂവാണ്ടൻ തോപ്പ് എന്നാണ് കേട്ടോ. അത് പിന്നീട് സ്വാമിത്തോപ്പാകുന്നതാണ്. അപ്പൊ ഈ പൂവാണ്ടൻ തോപ്പിലാണ് കുടിൽ കെട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന സാധു കുടുംബം എവിടെ ജീവിക്കുന്നത്? അവിടെ ജീവിച്ചുകൊണ്ട് ഇരുന്നത്. അങ്ങനെ അച്ഛനായ പൊന്നുമാടാറ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? പനയിൽ നിന്നും കള്ളു വെട്ടിയിട്ട് ഈ കരിപ്പട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു എന്ത്, ഈ ഒരു കുടുംബത്തിന്റെ ജസ്റ്റ് ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഈ നമ്മുടെ വൈകുണ്ഠസ്വാമി ജനിക്കുകയാണ് 1809
മാർച്ച് 12. ജനിച്ചപ്പോൾ തന്നെ ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉള്ള, ഭയങ്കര സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. വളരെയധികം പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു കുഞ്ഞിനെ പോലല്ല, എന്തൊക്കെയോ അത്ഭുത സൃഷ്ടികളൊക്കെ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ആയിരുന്നു ആർക്ക്? ജനിച്ചു വീഴപ്പം മുതലേ നമ്മുടെ വൈകുണ്ഠസ്വാമികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പൊന്നുനാടാരും വെയിലാളമ്മയും കൂടി രണ്ടാമത്തെ കുഞ്ഞിന് ഒരു പേരിട്ടു. ആ പേരാണ് മുടിചൂടും പെരുമാൾ എന്നുള്ളത്. മുടിചൂടും പെരുമാൾ എന്നൊരു പേരിട്ടു. അതായത് മുടിചൂടും പെരുമാൾ, കിരീടം വെക്കാത്ത രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മുടിചൂടും പെരുമാൾ എന്ന് പറഞ്ഞ കിരീടം വെച്ച രാജാവ് എന്നായിരുന്നു മുടിചൂടും പെരുമാൾ എന്ന ഇതിന്റെ അർത്ഥം. അങ്ങനെ കിരീടം വെച്ച രാജാവ് എന്ന അർത്ഥത്തിൽ മുടിചൂടും പെരുമാൾ എന്ന് പേരിട്ടു. അപ്പൊ അന്നത്തെ ജാതി വലിയ സവർണ ജാതിക്കാരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലടാ, ഒരു അവർണ ജാതിയിൽപ്പെട്ട കൊച്ചിന് മുടിചൂടും പെരുമാൾ എന്നൊക്കെ പേരിടേണ്ട കാര്യമുണ്ടോ? അത് വേണ്ട എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ആര് എതിർത്തു? ഈ സവർണ ജാതിയിൽപ്പെട്ട വലിയ ജാതി കോമരങ്ങൾ എതിർത്തു. വലിയ രീതിയിൽ ഭയപ്പെട്ട് സമൂഹത്തിൽ വളരെ എന്താ വെച്ചാൽ കുടികിടപ്പ് കിടക്കുന്ന ഒരു താഴ്ന്ന കുടുംബത്തിലെ ആൾക്കാരായതുകൊണ്ട് തന്നെ പൊന്നുനാടാറും വീലാളമ്മയും അതിൽ പേടിച്ചിട്ട് മുടിചൂടും പെരുമാൾ എന്നതിന് പകരം ആ പേരിനെ മാറ്റിക്കൊണ്ട് മുത്തുക്കുട്ടി എന്ന് മാറ്റി വിളിച്ചു. മുടിചൂടും പെരുമാൾ എന്ന പേര് മാറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പേരിടാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് ഭാസ്കരൻ എന്നൊരു പേരിടാൻ പറ്റില്ല. ഭാസ്കരന് വരാൻ പാക്കരൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള പേര്. ശാന്ത എന്ന പേരിന് ചാന്ത എന്നേ പറയത്തുള്ളായിരുന്നു. അങ്ങനെ പേരുകളെല്ലാം എന്താണ്, അത്തരം രീതിയിലേക്ക് അവരുടെ അവകാശങ്ങൾക്ക് അനുസരിച്ചിടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു കുഞ്ഞ് ജനിച്ച പൊന്നുനാടാർ വെയിലാൾ ദമ്പതികൾ അവരുടെ ആ പ്രത്യേകതകളുള്ള കുഞ്ഞിന് മുടിചൂടും പെരുമാൾ എന്ന്, അതായത് കിരീടം വെച്ച രാജാവ് എന്ന അർത്ഥത്തിൽ മുടിചൂടും പെരുമാൾ എന്ന് പേരിടുന്നു. ജാതി കോമരങ്ങളൊക്കെ അതിനകത്ത് ഇടപെട്ടിട്ട് ഇവന്മാര് വന്നിട്ട് ഭയങ്കര പ്രശ്നമാടാ, നീയൊക്കെ ആരാടാ പേരിടാൻ, നീയൊക്കെ എന്ത് അവകാശം നിനക്കുള്ള, മര്യാദയ്ക്ക് പേര് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇറക്കിയിട്ട് പോയി. അങ്ങനെ ആ പാവങ്ങൾ എന്ത് ചെയ്തു? മുത്തുക്കുട്ടി എന്ന് പേരിട്ട് കൊടുത്തു. ആർക്ക്? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾക്ക് എന്ത് പേരിട്ട് കൊടുത്തു? മുത്തുക്കുട്ടി എന്ന് പേരിട്ടു. അങ്ങനെ ക്രൂരമായി ഇവരെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് ഇവർക്ക് ആ പേര് മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ മുത്തുക്കുട്ടി എന്ന പേര് മാറ്റി. അങ്ങനെ ഔപചാരിക വിദ്യാഭ്യാസം പോലും നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒരു കാലഘട്ടം. വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ പറ്റത്തില്ല. ഔപചാരിക വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തില് ഈ കുടിപ്പള്ളിക്കൂടത്തിന് സമാനമായ രീതിയിൽ തിണ്ണപ്പള്ളിക്കൂടത്തിൽ ഇരുന്നിട്ടായിരുന്നു നമ്മളുടെ വൈകുണ്ഠസ്വാമികള് അത്യാവശ്യം എഴുത്തും വായനയൊക്കെ പഠിക്കുന്നത് കേട്ടോ. തിണ്ണപ്പള്ളിക്കൂടത്തിൽ ഇരുന്ന് നമ്മുടെ ഈ പയ്യൻ, കൊച്ചു പയ്യൻ എന്ത് ചെയ്യാണ്? അത്യാവശ്യം എഴുത്തും വായനയും ഒക്കെ പഠിക്കുന്നത്. എന്നാൽ ഈ നമ്മുടെ ഈ മുത്തുക്കുട്ടി ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും വലിയ തൃപ്തിയൊന്നും ആയില്ല. പുള്ളിക്കാരൻ അതിന് പോരാ, എനിക്കതൊന്നും പോരാന്ന് വെച്ചിട്ട് പുള്ളിക്കാരൻ സകലമാന മഹാഗ്രന്ഥങ്ങളും വായിക്കാൻ തുടങ്ങി. ബൈബിള്, ഗീത, അതുപോലെ തിരുക്കുറൽ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആര് വായിക്കാൻ തുടങ്ങി? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ വായിച്ച് അദ്ദേഹത്തെ തിരുക്കുറൽ അദ്ദേഹത്തെ ഹഡയോട് ആകർഷിക്കുകയും വലിയൊരു സ്വാധീനിക്കുകയും ചെയ്തു. ഒരുപാട് അറിവുകൾ കിട്ടുന്ന ആളായി മാറിയാര്? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറഞ്ഞു. അദ്ദേഹം നിരവധി അങ്ങനെ എന്ത് ചെയ്തു? മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഒരുപാട് അറിവുകളൊക്കെ നേടി. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, വലിയ വലിയ ഐതിഹാസിക ബൈബിൾ പോലുള്ള തിരുക്കുറൽ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു. അങ്ങനെ ഇതെല്ലാം വായിച്ചൊക്കെ വരുമ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ തിരുക്കുറലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ തിരുക്കുറലൊക്കെ വായിച്ച് വലിയ ഇതൊക്കെ ഇദ്ദേഹത്തിന് എന്ത് ജോലി ചെയ്യുന്നതിനും മനസ്സിലായി. എല്ലാ ജോലികളും ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരാളായിരുന്നു. സ്വാമി എന്നൊക്കെ വിളിക്കുന്നെങ്കിലും എല്ലാ ജോലികളും വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു യുവാവായിരുന്നു ആര്? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ അധസ്ഥിത വിഭാഗക്കാരോട് ഉന്നതർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ ശക്തമായി നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ എതിർക്കാനായിട്ട് തുടങ്ങി. കുറച്ചുകൂടെ വലുതായപ്പോഴത്തേക്കും, കുറച്ചുകൂടെ കൗമാരത്തിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും, രക്തമൊക്കെ നന്നായി തിളയ്ക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഈ അധസ്ഥിത വർഗ്ഗക്കാരോട്, ഈ ഉന്നത കുലത്തിൽ പിറന്നവന്മാര് ചെയ്യുന്ന കന്നം തിരിവുകൾക്കെതിരെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. അവന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു. അതായത് അവരെന്ത് പറയുന്നോ അതിനെ ധിക്കരിക്കുക എന്നൊരു മനോഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? വൈകുണ്ഠസ്വാമികൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ്? ഒരു ചട്ടമ്പി ആയിട്ടുള്ള ഒരാളായിട്ട് വേണം കേട്ടോ മനസ്സിൽ വരാൻ. അതായത് ഇവന്മാരെന്ത് പറഞ്ഞാലും വൈകുണ്ഠസ്വാമി ചെയ്തില്ല, എന്തിനും പറഞ്ഞുകൊണ്ടൊന്ന് ഒറ്റ ഇടിച്ചു കൊടുക്കും. അത്രയ്ക്ക് ഭയങ്കര ഒരു പുള്ളിക്കാരനാണ് ആര്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അങ്ങനെ സവർണാധിപത്യത്തോട് അദ്ദേഹത്തിന് ആദരവോ വിധേയത്വമോ അങ്ങനെയുള്ള ഒരു സംഭവമോ ഇല്ല. അദ്ദേഹം മൈൻഡ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊല്ലണം എന്ന് പറഞ്ഞ് ഈ സവർണ ആൾക്കാർ തീരുമാനിച്ചു. ഇവനെ ഇങ്ങനെ വളർത്തി വിട്ടാൽ പറ്റില്ല, ഇവൻ നമുക്ക് തന്നെ പണിയായിക്കൊണ്ടിരിക്കുകയാണ്, ഇവരെ നമുക്കങ്ങ് തീർത്ത് കളയാം എന്നാര് തീരുമാനിച്ചു? ഈ സവർണന്മാര് തീരുമാനിച്ചു. അങ്ങനെ ഈ സവർണന്മാര് ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കും. കഥയാട്ടോ, ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ്.
അപ്പോൾ ഇങ്ങനെ വിഷം ചേർത്ത് കൊടുക്കും. വിഷം ചേർത്ത് കൊടുത്ത് ഈ ഭക്ഷണം കഴിച്ച് ഇദ്ദേഹത്തിന് മരിച്ചില്ല. ഇദ്ദേഹത്തിന് മരണമൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തിന് കഠിനമായ ത്വക്ക് രോഗം ഉണ്ടായി. സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗം, ഭയങ്കര രീതിയിൽ ത്വക്കിലൊക്കെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്ന് വ്രണങ്ങളൊക്കെ വന്ന് ഇദ്ദേഹത്തിന് മരിക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ രോഗം മാറാനായിട്ട് ഇദ്ദേഹത്തെ എല്ലാവരും കൂടി ചേർന്ന് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. തിരുച്ചെന്തൂർ, ദച്ചനം, തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. തിരുച്ചെന്തൂർ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുള്ളവരുണ്ടാവും. കാണാത്തവരാണെങ്കിൽ കടലിനോട് ചേർന്ന് ഉയർന്നിരിക്കുന്ന, കടൽക്കരയിൽ ഉയർന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ തിരുച്ചെന്തൂർ ക്ഷേത്രം. കന്യാകുമാരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ. അവിടെ കൊണ്ടുപോയിട്ട് പൂജയും കാര്യങ്ങളും കുറച്ച് ഭസ്മവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം മാറും എന്നുള്ള രീതിയിൽ. അപ്പൊ കടലിനോട് ചേർന്നിട്ടാണല്ലോ. അങ്ങനെ ഈ രോഗം മാറാനായിട്ട് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ഈ ആള്, പുള്ളിക്കാരൻ ചെന്നിട്ട് കടലിൽ ഇറങ്ങുന്ന വഴിക്ക് കടലിന്റെ തിരയിൽ അകപ്പെട്ടു. ഇങ്ങനെ ഇദ്ദേഹത്തെ കാണാതെ വരികയും 3-4 ദിവസത്തിന് ശേഷം അദ്ദേഹം ഇദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഇദ്ദേഹം കടലിൽ നിന്ന് പിന്നീട് വന്നു എന്നും വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണ്, ഇനി മുതൽ എന്നെ വൈകുണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞു. അദ്ദേഹം കടലിൽ നിന്ന് കയറി വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണ്, ഇനി മുതൽ എന്നെ വൈകുണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടണമെന്നും അദ്ദേഹം സ്വയം പറഞ്ഞു. അങ്ങനെ താൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അതിന്റെ സംഭവം, അതിന്റെ കഥ എന്ന് പറയുന്നത് ഇതാണ്. താൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് കടലിൽ നിന്ന് കയറി വന്ന് അദ്ദേഹം ആദ്യമേ അങ്ങ് ഡിക്ലെയർ ചെയ്തു, ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണ്, ഇനിമേൽ എന്നെ ഇങ്ങനെ ആയിരിക്കും അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം താമസിച്ചിരുന്ന പൂവാണ്ടൻ തോപ്പ് അന്ന് മുതൽ ഏത് പേരിൽ അറിയപ്പെട്ടു? സ്വാമി തോപ്പ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അങ്ങനെ തിരിച്ചെത്തിയ നമ്മുടെ സ്വാമി പൂവാണ്ടൻ തോപ്പില് 3 തരം പ്രധാനപ്പെട്ട തപസ്സുകൾ അനുഷ്ഠിച്ചു. ഒന്ന് യുഗതപസ്, മറ്റൊന്ന് ജാതി തപസ്, മറ്റൊന്ന് വെണ്ണാർ തപസ്. യുഗതപസ്, ജാതി തപസ്, വെണ്ണാർ തപസ് എന്നിങ്ങനെയുള്ള 3 തപസ് ഇദ്ദേഹം ആചരിക്കുകയും അവിടെ വെച്ച് ഇദ്ദേഹത്തെ പിന്നെ വൈകുണ്ഠസ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ സ്വാമിത്തോപ്പ് എന്നുള്ള പേരിലും അറിയപ്പെട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എല്ലാവരും എതിർക്കുമല്ലോ. അങ്ങനെ ഇദ്ദേഹം നമ്മളുടെ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയുടെ നീച എന്നും, അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭരണം ഒരു കരിനീച ഭരണമാണ് എന്നും, അതുപോലെ ബ്രിട്ടീഷ് ഭരണം ഒരു വെണ്ണീച ഭരണമാണെന്നും ആര് പറഞ്ഞു? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ രാജാവ് വെറുതെ ഇരിക്കൂ. സ്വാതി തിരുനാളായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം വലുതായി, കൊച്ചു വലുതായല്ലോ. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം അപ്പൊ 829 ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പോ നൈസായിട്ട് രാജാവ് എന്ത് ചെയ്തു? മോനിഞ്ഞു ബാ എന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് ശിങ്കാരത്തോപ്പിലൊരു ജയിലുണ്ട്. തിരുവിതാംകൂറിൽ ശിങ്കാരത്തോപ്പിലൊരു ജയിലുണ്ട്. ഈ ശിങ്കാരത്തോപ്പ് ജയിലിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരനെ അങ്ങ് അടച്ചിട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധനായ ഒരു ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമിയുടെ പ്രസിദ്ധനായ ശിഷ്യനാണ് ആര്? തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യയുടെ ശിഷ്യനായ തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ ഞാനിത് ജസ്റ്റ് പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ പഠിക്കും, ആ കണക്ഷൻസ് നമ്മൾ പഠിക്കും. അപ്പോ ഈ തൈക്കാട് അയ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവാണല്ലോ. പിടിച്ചിട്ടേക്കുന്നതോ തന്റെ ശിഷ്യനായ സ്വാതി തിരുനാൾ. തൈക്കാട് അയ്യ എന്നിട്ട് പറയും, തിരുമേനി തമ്പുരാനെ നിങ്ങളൊരു കാര്യം ചെയ്യണം, സ്വാതി നീ അദ്ദേഹത്തെ വിടണം, അദ്ദേഹം എൻ്റെ ഗുരുവാണ്, നീ അങ്ങ് വിട്ടുകള, പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, എന്തെങ്കിലും ഇങ്ങനെ വിമർശിച്ച് നടക്കുമോ എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ നീ വിട്ടുകളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നൈസായിട്ട് ജയിലിൽ നിന്നും പുറത്തേക്ക് വിട്ടു. ആരെ? 110 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം സ്വാതി തിരുനാൾ ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും ആരെ പുറത്തേക്ക് വിട്ടു? നമ്മുടെ വൈകുണ്ഠസ്വാമിയെ പുറത്തേക്ക് വിട്ടു. പുറത്തേക്ക് വിട്ടതെന്നാണ് 1836 മാർച്ച് 26 അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. 1839 മാർച്ച് 26 അദ്ദേഹത്തെ ജയിൽ മോചിതനാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മാർച്ച് 26 കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയാണ് കേട്ടോ. ഈ പുറത്ത് വിട്ട ദിവസം എന്ന് പറയുന്ന മാർച്ച് 26 കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയാണ്. എന്നാൽ മാർച്ച് 12 കേരളത്തിൽ നാടാർ സമുദായത്തിന് ഒരു നിയന്ത്രിത അവധിയുണ്ട്. നിലവിളി സമരവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ അദ്ദേഹത്തെ പുറത്തുവിട്ടു. ആരുടെ സഹായത്താൽ? നമ്മുടെ തൈക്കാട് അയ്യ ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളുടെ ഒരു ശിഷ്യനായിരുന്നു. അപ്പോൾ ആ ശിഷ്യനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 5 ശിഷ്യന്മാർ, സീഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ 5 ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരാണ് ഒന്ന് ധർമ്മ സീഡർ, മറ്റൊന്ന് ഭീമ സീഡർ, മറ്റൊന്ന് അർജുന സീഡർ, മറ്റൊന്ന് നകുല സീഡർ, മറ്റൊന്ന് സഹദേവ സീഡർ എന്ന് പറയുന്ന സീഡർ ശിഷ്യന്മാർ എന്ന 5 ശിഷ്യന്മാരുള്ള നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അത് കൂടാതുള്ളതാണ് ആര്? തൈക്കാട് അയ്യ. വളരെ പ്രസിദ്ധനായ ഒരു നവോത്ഥാന നായകൻ, ശിഷ്യനായിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര്?
വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിന്റെ 5 മറ്റു ശിഷ്യന്മാരാണ് സീഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ സീഡർമാരാണ് ധർമ്മസീഡർ, ഭീമസീഡർ, അർജുന സീഡർ, നകുല സീഡർ, സഹദേവ സീഡർ എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അങ്ങനെ കുടിവെള്ളം പോലും കുടിക്കാനായിട്ട് ഈ പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു വെള്ളം ഒരു പൊതുകിണറിൽ പോയി ഒരു കുടിക്കാൻ പോലും ഇല്ല. വെള്ളം കുടിക്കാനൊക്കെ അവർക്ക് വേറെ സോഴ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇദ്ദേഹം കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട താണജാതിക്കാർക്ക് വേണ്ടി മുന്തിരിക്കിണർ എന്ന് പറയുന്ന ഒരു പൊതുകിണർ പണി കഴിപ്പിച്ചു. മുന്തിരിക്കിണർ എന്ന് പറയുന്ന ഒരു പൊതുകിണർ ആര് പണി കഴിപ്പിച്ചു? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ചു. അദ്ദേഹം ആദ്യകാലത്ത് ഇതിനെ വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവാണി കിണർ എന്നായിരുന്നു കേട്ടോ. സർവാണി കിണർ എന്നായിരുന്നു ഇതിനെ ആദ്യം വിളിച്ചിരുന്നത്. പിന്നീടാണ് ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടത്? മുന്തിരിക്കിണർ എന്നാണ്. അപ്പം വൈകുണ്ഠസ്വാമി ഈ മുന്തിരിക്കിണർ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അധസ്ഥിത വർഗർക്ക് കൂടി ഒരു പൊതുകിണർ എന്ന് പറയുന്ന സംവിധാനം, ഏതു ജാതിയിൽപ്പെട്ടവർക്കും ഇതിൽ നിന്നും വെള്ളം കുടിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്തിരിക്കിണർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ ആദ്യം വിളിച്ചിരുന്നത് സർവാണി കിണർ എന്നായിരുന്നു. പിന്നീട് അതിനെ മുന്തിരിക്കിണർ എന്നാക്കി. ഓക്കെ, അങ്ങനെ അറിയപ്പെട്ടു. മാത്രവുമല്ല പിന്നെന്താണ്? ക്ഷേത്രാചാരണം, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കുള്ള അധികാരം, ഇതൊക്കെ ആർക്കായിരുന്നു? സവർണ ജാതിയിൽപ്പെട്ടവർക്കായിരുന്നു പ്രതിഷ്ഠാ അധികാരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഇതിനെ മുൻനിർത്തി ഇദ്ദേഹം മുന്നിലേക്ക് വരികയും ഒരു കണ്ണാടി, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. അങ്ങനെ ഒരു കണ്ണാടി പ്രതിഷ്ഠിപ്പിക്കുകയും ആ കണ്ണാടിയിലൂടെ കാണുന്നതിനെ പ്രാർത്ഥിക്കാൻ, പ്രതിബിംബത്തെ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ സമൂഹത്തോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ സ്വയം പ്രതിഷ്ഠ നടത്തിയാര്? വൈകുണ്ഠസ്വാമികൾ ഒരു പ്രതിഷ്ഠ നടത്തി. ഇത് മാത്രമൊന്നുമല്ല, ഈ പുള്ളിക്കാരന്റെ ഈ നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രത്തില് രഥഘോഷയാത്രയുണ്ട്. അപ്പൊ ഈ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ രഥഘോഷയാത്ര നടക്കുന്ന സമയത്ത് നമുക്കറിയാം തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ഉടമ്പടി, അങ്ങനെയുള്ള ശുചീന്ദ്രം കൈമുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ രാജാക്കന്മാരും അങ്ങനെയുള്ള പ്രമാണിമാർക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമായിരിക്കുമല്ലോ ശുചീന്ദ്രം ക്ഷേത്രം. ഈ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് രഥഘോഷയാത്ര എന്ന് പറയുന്നത്. സവർണർക്കും മാത്രം കുത്തകയായിരുന്നു എന്ത്? ഈ രഥം ഉന്തിക്കൊണ്ടു പോകാനുള്ള അവകാശം സവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു. അപ്പൊ നമ്മുടെ വൈകുണ്ഠസ്വാമിയും കുറച്ച് ടീമും കൂടെ ചെന്നിട്ട് നൈസായിട്ട് ഈ സ്ഥലത്ത് എത്തി. നൈസായിട്ട് എത്തിയിട്ട് ഈ സവർണന്മാർ വലിച്ചുകൊണ്ടിരുന്ന രഥത്തിന്റെ കയറെ കയറി അങ്ങ് തൂങ്ങി കയറി പിടിച്ചിട്ട് അത് വലിച്ചോണ്ട് പോയി. അന്ന് അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ രഥക്കയറിൽ പിടിക്കുകയാണ്. അശുദ്ധി, തേങ്ങ, മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം, അടിനാശം, വെള്ളപ്പൊക്കം. പക്ഷെ നമ്മുടെ വൈകുണ്ഠസ്വാമി ഒരു ടീമുമായിട്ട് വന്നിറങ്ങിയിട്ട് ഈ രഥക്കയറി പിടിച്ചു. അങ്ങനെ വലിയൊരു കോലാഹലം ഉണ്ടാക്കി. അങ്ങനെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥക്കയർ പിടിച്ചെടുത്ത നവോത്ഥാന നായകൻ എന്ന പേരും കൂടി ആര് സ്വന്തമാക്കി വെച്ചു? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ സ്വന്തമാക്കി വെച്ചു. മാത്രവുമല്ല, വേല ചെയ്താൽ കൂലി കിട്ടണം, അത് അത്യാവശ്യമാണ്. അല്ലാതെ നിങ്ങൾ കൂലി ചെയ്യാൻ പോകരുത്, കൂലി കിട്ടാതെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകരുത് എന്നാര് പറഞ്ഞു? നമ്മുടെ വൈകുണ്ഠസ്വാമി പറഞ്ഞു. അടേ, ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടണം, പൈസ കിട്ടാതുള്ള ജോലിയൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അതൊരു ചടങ്ങായിരുന്നു, അതൊരു ആചാരമായിരുന്നു. ആ ആചാരത്തിന്റെ പേരാണെന്ത്? ഉഴിയവേല. ഉഴിയവേല എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നന്റെ വയലിലോ പുരയിടത്തിലോ വന്നിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട അധകൃതൻ വന്ന് ജോലി ചെയ്തിട്ട് പോകണം. ഭക്ഷണമോ വെള്ളമോ പണമോ കിട്ടാനുള്ള ഒന്നും അധികാരവുമില്ലാത്ത ഒരു ചടങ്ങാണ് ഉഴിയവേല. അങ്ങനെ ഉഴിയവേലക്കെതിരെ ശക്തമായി പോരാടിയ ഒരു നവോത്ഥാന നായകനായി മാറിയാര്? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ അദ്ദേഹം തന്റെ സമൂഹത്തോട് നിർദ്ദേശിച്ചു. കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ അദ്ദേഹം തന്റെ സമൂഹത്തോട് നിർദ്ദേശിച്ചു. അങ്ങനെ 1838 പൂവാണ്ടം തോപ്പിൽ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും അവിടെ നിന്ന് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന പേരിൽ പ്രസിദ്ധനാവുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കൂലിയില്ലാതെ വേല ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉഴിയ വേലക്കാരോട് അന്യായ പാട്ടം കൊടുക്കരുത് എന്ന് പാട്ടം കൊടുക്കുന്ന സാധാരണപ്പെട്ട ആൾക്കാരോടും അദ്ദേഹം എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മതം സ്ഥാപിച്ചു. ആ മതത്തിന്റെ പേരാണ് അയ്യാവഴി എന്ന് പറയുന്ന ഒരു മതം സ്ഥാപിച്ചു. ആ മതത്തിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ തീജ്വാല വഹിക്കുന്ന താമര. ഒരു താമര, അവിടെ ഒരു ദീപം ഇങ്ങനെ കത്ത് നിൽക്കുന്നു. അങ്ങനെ തീജ്വാല വഹിക്കുന്ന ഒരു താമരയായിരുന്നു എന്ത്? അദ്ദേഹം സ്ഥാപിച്ച അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോ ഈ അയ്യാവഴി വല്ലുള്ള ഈ മതത്തിന്റെ ആരാധനാലയങ്ങളെ നമ്മൾ പൊതുവെ വിളിച്ചിരുന്ന പേര് നിഴൽ താങ്കൾ എന്നുകളായാണ്.
നിഴൽ താങ്കൾ എന്നായിരുന്നു എന്ത് അയ്യാവഴിയുള്ള ആരാധനാലയങ്ങളെ നമ്മൾ പൊതുവെ വിളിച്ചിരുന്ന പേര്. അതുപോലെ അതിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ആരാധനാലയങ്ങളെ കോമൺ ആയി എന്ത് വിളിച്ചു? നിഴൽ തങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കാണ് എന്ത് പേര് വിളിച്ചത്? പതികൾ. അങ്ങനെ പ്രധാനപ്പെട്ട പതികളാണ് സ്വാമിത്തോപ്പ് പതി, അമ്പലപതി, താമരക്കുളംപതി, മുട്ടപതി, പൂപതി എന്നിങ്ങനെയുള്ള 5 പ്രധാന പതികൾ കൂടി ആരുടെ പേരിലുണ്ട്? വൈകുണ്ഠസ്വാമികളുടെ പേരിലുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സംഘടനയാണെന്ത്? VSDP എന്ന് പറയുന്ന സംഘടന. VSDP എന്ന് പറയുന്ന സംഘടന. അതുപോലെ ഇദ്ദേഹം ചെയ്ത മറ്റൊരു വലിയൊരു സാമൂഹിക പ്രവർത്തനമുണ്ട്. അതിനുശേഷം നമുക്ക് VSDPയിലേക്ക് വരാം. സമപന്തി ഭോജനം. അതായത് എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിക്ക് വേണ്ടി ഇദ്ദേഹം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി എന്ത് നടത്തി? സമപന്തി ഭോജനം നടത്തി. ആര്? വൈകുണ്ഠസ്വാമികൾ. അങ്ങനെ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനായി ആര് മാറി? അതായത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരു പേര്. അല്ല മറ്റേത് അങ്ങനെയായിരുന്നു, ബ്രാഹ്മണർക്ക് പ്രത്യേകം, ഇവർക്ക് കഴിക്കാൻ അവകാശമില്ലാത്തവരുണ്ട്, അല്ലാതെ അവർ മാറിയിട്ട് കഴിക്കേണ്ടവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എല്ലാ ജാതിയിൽപ്പെട്ട രക്തമൊഴുകുന്ന ഏതൊരു മനുഷ്യനും ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമപന്തി ഭോജനം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നടപ്പിലാക്കി. ഇത് മാത്രമല്ലേ, വേറെ സംഭവങ്ങളുണ്ട്. ഈ കുമാരൻ കോവിലില് അഗ്നിക്കാവടിയാട്ടമുണ്ട്. ഈ അഗ്നിക്കാവടിയാട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ പറയുന്ന അധസ്ഥിത വർഗ്ഗക്കാർക്ക് അന്ന് കഴിയുന്നുണ്ടായിരുന്നു. കുമാരൻ കോവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്കാം. കുമാരൻ കോവിൽ ഇപ്പോഴും ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന വഴിക്കാം. അപ്പൊ ഇവിടെ അഗ്നിക്കാവടിയിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ പറ്റില്ല. അവിടെ പോയിട്ട് ഈ അഗ്നിക്കാവടിയിൽ പങ്കെടുത്ത് സകല സവർണ സമുദായത്തിന്റെയും വിദ്വേഷം കൈപ്പറ്റിയ പുള്ളിക്കാരനാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ സവർണർ എന്ത് ചെയ്യുന്നു അതെല്ലാം പോയി ലംഘിക്കുക എന്നതായിരുന്നു വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട ജോലി, കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം മനുഷ്യനായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്. ഒന്ന് അഖിലത്തിരുട്ട് അമ്മാനെ എന്ന കൃതിയും മറ്റൊന്ന് അരുൾ നൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 2 കൃതികളുണ്ട്. അഖിലത്തിരുട്ട് അമ്മാനെ എന്നും അരുൾ നൂൽ എന്ന് പറഞ്ഞ 2 ബുക്കുകൾ പുള്ളിക്കാരനിരുന്നു നമ്മുടെ ഈ ചട്ടമ്പി ഇരുന്ന് എഴുതി. അതിലെ അയ്യാവഴി എന്ന മതത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് അഖിലത്തിരുട്ട് അമ്മാനെ എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അയ്യാവഴി എന്ന് പറയുന്ന മതത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് അഖിലത്തിരുട്ട് അമ്മാനെ എന്ന കൃതി എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴുമുള്ള ഒരു സംഘടനയാണ് VSDP എന്ന് പറയുന്നത്, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്നത്. 2014 നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവരൊരു സമരം നടത്തി. ഈ VSDP സംഘടന ഒരു സമരം നടത്തി. ആ സമരത്തിന്റെ പേര് നിലവിളി സമരം എന്നായിരുന്നു. 2014 നിലവിളി സമരം. ഈ നിലവിളി സമരത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലഹരി നിർമ്മാർജ്ജനം, മറ്റൊന്ന് മാർച്ച് 12 പൊതു അവധിയായി നൽകണം എന്നീ 2 ആവശ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു VSDP 2014 നിലവിളി സമരം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ പേരിൽ മാർച്ച് 12 കേരളത്തിൽ ഒരു നിയന്ത്രിത അവധിയാണ് എന്നുകൂടി ഓർത്തിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ രാജാവ് വിട്ട ദിവസം മാർച്ച് 26 കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയാണ്. മാർച്ച് 12 കേരളത്തിൽ നാടാർ സമുദായത്തിന്റെ നിയന്ത്രിത അവധി കൂടിയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ. അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ എല്ലായിടത്തും പോയി ഇടപെട്ട് ഭയങ്കര വലിയൊരു ഗുണ്ടായുസം കാണിച്ച, ഇങ്ങനെയൊക്കെ പേരുകളൊക്കെ കിട്ടിയ, ഇങ്ങനെയൊക്കെയുള്ള കുറെ വികൃതികളൊക്കെ കാണിച്ച, അതുപോലെ തന്നെ ഞാൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് സമ്പൂർണ്ണ ദേവനെന്നുമൊക്കെ വിശേഷിപ്പിച്ച, ആ പേരെങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള കഥ നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ കടലിലിറങ്ങി തിരിച്ചു വന്നപ്പോഴാണല്ലോ അദ്ദേഹം പറയുന്നത്. ആ സ്റ്റോറിയൊക്കെ കേൾക്കുക. അതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഈ സംഭവം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര്? നമ്മളുടെ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നത്. അനന്തപുരിയിലെ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും, തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും അതുപോലെ തന്നെ വിളിച്ചിട്ടുള്ള ആളാണ് വൈകുണ്ഠസ്വാമികൾ. ഒன்ற ജാതി, ഒன்ற മതം, ഒன்ற ദൈവം, ഒன்ற ഉലകം, ഒன்ற അരശ്, ഒன்ற നീതി. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു ലോകം, ഒരു നീതി മനുഷ്യന് എന്ന് പറഞ്ഞ ആളാണ് ആര്? വൈകുണ്ഠസ്വാമികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായി വൈകുണ്ഠസ്വാമികളിൽ നിന്നും പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ പരമാവധി ആ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുണ്ടായി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂവാണ്ടൻ തോപ്പ്, തപസ്, ഇങ്ങനെയുള്ള പൂവാണ്ടൻ തോപ്പ് എന്ന പേര് അത് തിരുവിതാംകൂർ രാജാവിന്റെ കുടികിടപ്പുകാരനായ പൂവാണ്ടൻ കോനരുടെ സ്ഥലത്ത് കുടികിടന്നവരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു.
അതുപോലെ മുത്തുക്കുട്ടി എന്ന പേര് മുടിചൂടം പെരുമാൾ എന്ന പേരിലേക്ക് മാറിയതും കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. തിരുക്കുറൽ, അദ്ദേഹത്തെ സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറലാണെന്ന് നിങ്ങൾക്കറിയാം. വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തിരുച്ചെന്തൂരിൽ 1833 അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂരാണ് എന്ന് നമ്മൾക്കറിയാം, കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉഴിയവേലയ്ക്കെതിരെ പോരാടി വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്തയാളാണ്. അതുപോലെ കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. 1833 പൂവാണ്ടൻതോപ്പിൽ തപസ്സനുഷ്ഠിക്കുകയും വൈകുണ്ഠസ്വാമി എന്ന പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്തു നമ്മൾ പഠിച്ചു. അതുപോലെ ഏറ്റവും വലുത് നൈറ്റ് സ്കൂളുകൾ, അതായത് നമ്മുടെ നിശാ പാഠശാലകൾ സ്ഥാപിച്ചുകൊണ്ട് വയോജന വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതായത് വലിയ വയോജനരായിട്ടുള്ള ആൾക്കാരിൽ വിദ്യാഭ്യാസം വളർത്താൻ വേണ്ടിയിട്ട് സായാഹ്ന സ്കൂളുകൾ, ഓക്കെ, അല്ലെങ്കിൽ രാത്രി നൈറ്റ് സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് വയോജന വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്തു ആര്? നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. അതുപോലെ മുന്തിരിക്കിണറിന്റെ കഥ ഞാൻ പറഞ്ഞു. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ രഥക്കയറിന്റെ കഥ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ 5 ശിഷ്യരായ സീഡർമാരാരൊക്കെയാണ്, 5 സീഡർമാരാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്വാതി തിരുനാള് ശിങ്കാരത്തോപ്പിൽ ജയിലിലിട്ട് 110 ദിവസമാണ് ഇട്ടതെന്നും പുറത്തുവിട്ട ജയിൽ മോചിതമായ വർഷവും ഡേറ്റും പറഞ്ഞു. അതുപോലെ മാർച്ച് 26 കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയാണെന്നും മാർച്ച് 12 കേരളത്തിന്റെ നിയന്ത്രിത അവധിക്ക് കാരണവും നിലവിളി സമരം 2014 അതിന്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചു. അയ്യാവഴി എന്ന മതത്തെക്കുറിച്ച് പഠിച്ചു. അതിന്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണെന്ന് നമ്മൾ അറിയാം. അതുപോലെ അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന അഖിലത്തിരുട്ടും അതുപോലെ തന്നെ അരുൾനൂൽ എന്ന കൃതിയും അദ്ദേഹത്തിന്റെ കൃതികളാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അയ്യാവഴിയുടെ ആരാധനാലയങ്ങളെ നിഴൽ താങ്കൾ എന്നുകൾ പറയുമ്പോൾ അതിലെ പ്രധാന ക്ഷേത്രങ്ങളെ പതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു നമ്മൾ പറഞ്ഞു. സ്വാമിത്തോപ്പ് പതി, അമ്പലപതി, താമരക്കുളംപതി, മുട്ടപതി, പൂപതി എന്നിങ്ങനെയുള്ള 5 പതികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. VSDP എന്ന സംഘടന ഇതിനു വേണ്ടി ഇദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്നാണ് അതിന്റെ പേര്. നിലവിളി സമരം നടത്തിയത് അവരാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2014 അതാണ്. അതുപോലെ മാർച്ച് 12 പൊതു അവധിയും ലഹരി നിർമ്മാർജ്ജനവുമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഓക്കെ. അതുപോലെ അനന്തപുരിയിലെ നീചൻ എന്ന തിരുവിതാംകൂർ രാജാവിനെയും കരിനീച ഭരണം എന്ന തിരുവിതാംകൂർ ഭരണത്തെയും വെണ്ണീച ഭരണം എന്ന ബ്രിട്ടീഷ് ഭരണത്തെയും വിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഒൻട്ര ജാതി, ഒൻട്ര മതം, ഒൻട്രേ ദൈവം, ഒൻട്രേ ഉലകം, ഒൻട്രേ അരശ്, ഒൻട്ര നീതി എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഇനി ഞാൻ അടുത്ത ദിവസം വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നു ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു ചട്ടമ്പി ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും. പരമാവധി ഞാൻ അതായിരിക്കും പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ വൈകുണ്ഠസ്വാമിയെ കുറിച്ച്. ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു സാധനവും പഠിക്കാൻ പോകണ്ട. ഇത്രയും സാധനങ്ങളെ മുൻകാലങ്ങളിലും ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമുക്ക് ഇത് മാത്രം പഠിച്ച് ഇതിന്റെ സ്റ്റേറ്റ്മെന്റുകളോ കഥകളോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതുക. അപ്പൊ ഈ കഥ കേൾക്കുമ്പോൾ ഉള്ള ഗുണം, ഇപ്പോ തിരുച്ചെന്തൂർ ക്ഷേത്രം, ആ ക്ഷേത്രം എന്താണ്, ആ കഥയിലൂടെ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ച ക്ഷേത്രം ഇനി നിങ്ങൾക്ക് തെറ്റില്ല. ഇങ്ങനെയുള്ള കഥകളിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ ഉള്ള ഗുണം, നിങ്ങൾക്കും ബോറടിക്കില്ല, പഠിപ്പിക്കാൻ എനിക്കും ബോറടിക്കില്ല, നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് മേടിക്കാനും പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നവോത്ഥാന നായകനുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.